ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സൈക്കോളജി 5, 6, 7 ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സൊക്കെ മുന്നേറ്റ വീഡിയോസിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 5, 6, 7 ചാപ്റ്ററുകളിൽ നിന്നും. ഓക്കെ, ആദ്യം നമുക്ക് 5ാമത്തെ ചാപ്റ്റർ നോക്കാം. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ചോദ്യങ്ങൾ: എയിംസ് ഓഫ് സൈക്കോ തെറാപ്പിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അതിൻ്റെ എയിംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക. ദെൻ മറ്റൊരു ചോദ്യം ബിഹേവിയറൽ തെറാപ്പി എന്താണ് ബിഹേവിയറൽ തെറാപ്പി എന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ കൊഗ്നിറ്റീവ് തെറാപ്പി, അനദർ ടൈപ്പ് ഓഫ് തെറാപ്പിയാണ് കൊഗ്നിറ്റീവ് തെറാപ്യൂട്ടിക് അപ്രോച്ചസ് ആണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ വ്യത്യസ്ത തെറാപ്പികളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത് നമുക്കറിയാം. ദെൻ അപ്പോൾ കൊഗ്നിറ്റീവ് തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പിയും പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി നോക്കുക. ദെൻ സൈക്കോതെറാപ്പി എത്തിക്സ്, സൈക്കോതെറാപ്പിയിൽ പാലിക്കേണ്ട എത്തിക്സുകൾ എന്തൊക്കെയാണ്? 6 എത്തിക്സ് പറയുന്നുണ്ട്, ബുക്കിലുണ്ട് പോയിന്റ് ആയിട്ട്. അത് ആ 6 പോയിന്റും പഠിക്കുക, 6 എത്തിക്സും പഠിക്കുക. ഓക്കെ, ദെൻ RET, എന്താണ് RET അല്ലെങ്കിൽ REBT എന്ന് പറയാം. RET അതിന്റെ ഫുൾ ഫോം മനസ്സിലാക്കുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയാണ്. ഓക്കെ, അതുപോലെ CBTയുടെ ഫുൾ ഫോം കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് CBT. അത് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 7 ആണ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്സസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്, ഒന്നാമത്തത് ഗ്രൂപ്പിന്റെ സവിശേഷതകൾ പഠിക്കുക. ദെൻ വൈ ഡു പീപ്പിൾ ജോയിൻ ഗ്രൂപ്പ്, എന്തുകൊണ്ടാണ് ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം? കുറെ കാരണങ്ങളുണ്ടല്ലോ, സെക്യൂരിറ്റി, സ്റ്റാറ്റസ്, സെൽഫ് എസ്റ്റീമിന്, ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ റീസൺസ് അതിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, വ്യത്യസ്ത തരം ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം, സോഷ്യൽ ലോഫിംഗ് എന്താണ് സോഷ്യൽ ലോഫിംഗ്? അതുപോലെ മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് ഓട്ടോകൈനറ്റിക് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന്. 5 കഴിഞ്ഞിട്ട് നമ്മൾ 7ആണ് പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി 6ാമത്തെ ചാപ്റ്ററാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. 6ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഷ്യൽ കൊഗ്നിഷൻ ആണ്. അതിൽ ABC കോമ്പണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് നോക്കി വെക്കുക. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡിന്റെ സവിശേഷതകൾ നോക്കുക. ദെൻ പ്രോസസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, പെരുമാറ്റ രൂപീകരണ രീതികൾ, ആ പ്രക്രിയകൾ, അതായത് പെരുമാറ്റ രൂപീകരണ രീതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആ ഒരു പ്രോസസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ആ ഭാഗം മനസ്സിലാക്കുക. ദെൻ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, എന്താണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്നുള്ളതും പഠിക്കുക. ദെൻ 2 മാർക്കിനോ 3 മാർക്കിനോ ഷോർട്ട് ആൻസർ ആയിട്ട് സാധ്യതയുള്ള 2 3 ചോദ്യങ്ങൾ പറയാം. ഒന്ന് സ്കീമ എന്താണ്, മറ്റൊന്ന് എന്താണ് പ്രോട്ടോടൈപ്പ്, മറ്റൊന്ന് സ്റ്റീരിയോടൈപ്പ്, എന്താണ് സ്റ്റീരിയോടൈപ്പ്. ഇത്രയും ഭാഗങ്ങൾ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും ക്ലിയർ ആക്കുക, ഏറ്റവും കുറഞ്ഞത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇടുന്നതാണ് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക്.